ഹലോ, ഇത് നമ്മളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ദുബായ് ടു ഒമാൻ. ഒമാൻ്റെ ബോർഡറിലാണ്, അതുകൊണ്ട് തന്നെ വിസ, പാസ്പോർട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ സിമ്മൊക്കെ റോമിംഗ് ആവും, നമുക്ക് കോണ്ടാക്റ്റ് കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ. മീൻസ് ഡാറ്റ ഒന്നും കിട്ടില്ല, കോൾ ചെയ്യാനൊക്കെ പറ്റും. നമ്മളങ്ങനെ പോയി തുടങ്ങി. നമ്മൾ ഷാർജയിൽ നിന്നാണ് പോകുന്നത്. ഒരു 120 കിലോമീറ്റർ ഉണ്ട്. അപ്പം കുറച്ച് 1.5 മണിക്കൂറിനോളം ട്രാവലിംഗ് ഉണ്ട്. പക്ഷെ പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. നമ്മൾ കൊർഫക്കാൻ വഴിയാണ് പോയത്. അപ്പം അടിപൊളി, സൈഡിൽ മൊത്തം ഫുൾ മലകളും മണ്ണും മാത്രമായിട്ട് ഒരു മരുഭൂമി ടച്ചിലായിരുന്നു പോയത്. പിന്നെ കുറച്ചും ഇങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ ചെറിയ ചെറിയ ഒരു വില്ലേജ് പോലെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ടണലിലൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3-4 ടണലുണ്ടായിരുന്നു, അതൊക്കെ ഉള്ളിലൂടെയൊക്കെ പോയി. പക്ഷെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ചുറ്റും നമ്മളെ സൈഡ് മൊത്തം ബിൽഡിങ്സ് മാത്രം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് മാറിയിട്ട് ഫുൾ മലകൾ മാത്രമായിട്ടുണ്ടാകുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു ലോങ് ഡ്രൈവ് ആയതുകൊണ്ട് അതിൻ്റേതായൊരു ഭംഗി ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ ഫുജേറ എത്തിയിട്ടോ. ഫുജേറ എത്തിയപ്പോൾ കൊർഫക്കാൻ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ കുറച്ച് ബിൽഡിങ്സും ഒരു ടൗണ് പോലെയൊക്കെ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഞാനതിങ്ങനെ ക്യാപ്ചർ ചെയ്തായിരുന്നു. ഇതൊരു ഫാമിലി പ്ലേ ഏരിയ ആണ് കേട്ടോ, പാർക്കാണ്. പിന്നെ അവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ പോലെ ഒരു ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ചായക്കട കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങി ഒരു ചായയിലൊക്കെ മൊത്തം കഴിച്ച് ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നല്ലോ, ഒരു ബ്രേക്ക് പോലെ. പിന്നെ അവിടെ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് നൈറ്റായി. നമ്മൾ ഈവനിങ് എത്രയെന്ന് വെച്ചാൽ കുറച്ച് ലേറ്റൊക്കെ ആയി, എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ സ്മൂത്ത്ലി അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവിടെ ഒരു ക്യാമ്പിംഗ് സ്പോട്ടാണ്, ഒരു ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി സ്പോട്ടാണ്. അപ്പോൾ അവിടെ ഇറങ്ങാൻ ചെറിയൊരു ചാർജ് ഉണ്ട്, അതൊക്കെ കൊടുത്ത് നമ്മൾ ഇറങ്ങി. അവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. അവിടെ ഹെറിറ്റേജ് വില്ലേജസ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവിടെ എത്തി ബാർബിക്യൂ ഒക്കെ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് അവിടുത്തെ ഒരു ഷോപ്പ് കേട്ടോ. അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ അവിടെ ചെറിയൊരു 10 മണിയാകുമ്പോഴത്തേനും അവർ ക്ലോസ് ചെയ്യും തോന്നുന്നു. പിന്നെ അവിടെ ഒരു ചെറിയ കുട്ടികൾ കളിക്കുന്ന ഒരു മാറ്റ് ഇട്ടിട്ടുള്ളതുണ്ട്. പിന്നെ ഇതാണ് ഈ വില്ലേജൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സൈഡിലും ഇങ്ങനെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഒമാനാണ് കേട്ടോ. അവിടുത്തെ ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഒമാൻ്റെ ഫ്ലാഗൊക്കെ ആണ്. പക്ഷെ നമുക്ക് വിസ, പാസ്പോർട്ടൊന്നും ആവശ്യമില്ല. ഇത് മോർണിംഗ് വ്യൂ ആയിരുന്നു. നമ്മൾ ടെൻ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മലയും നല്ല കിളികളെ സൗണ്ടൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളിതിൻ്റെ താഴത്തേക്ക് പോയി. ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഒരു അരുവിയുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ക്യാമ്പയിൻ ചെയ്ത്, ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ടെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്, ഭയങ്കര ക്ലിയർ വാട്ടറും കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ചെറിയൊരു ഊഞ്ഞാൽ സെറ്റപ്പൊക്കെ ആയിട്ട് നമ്മൾ ഈത്തപ്പനൻ്റെ സൈഡിലായിട്ട് ഇതൊരു ഫാമിലി സ്പോട്ട് കുറേ ഉണ്ട്. ഇങ്ങനെ 4-5 ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈത്തപ്പന പൂവിട്ടിട്ടുണ്ട് അടുത്ത സീസൺ ആവാൻ വേണ്ടിയിട്ട്. അത് കണ്ടത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഈത്തപ്പന ആയിട്ടല്ലേ കാണൽ. പിന്നെ അവിടെ ഒരു കിഡ്സിനുള്ള ഒരു പാർക്കുണ്ട്. കിഡ്സിനെ എൻജോയ് ചെയ്യുന്നല്ലോ, അപ്പോൾ അവർക്കുള്ളൊരു പാർക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെ വെള്ളം കുറച്ച് വറ്റി പോയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നു. നമ്മളിതൊരു റീല് കണ്ടിട്ട് ഇവിടെ എത്തിയതാണ്. ഇതാണ് നമ്മൾ നിന്നത്. ഫുൾ ചുറ്റും മലകൾ മാത്രമാണ്. ഇതിന് സെൻറ്ററിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര വെതർ പറഞ്ഞാൽ നല്ല തണുപ്പും നല്ല കാറ്റുമായിരുന്നു. ഒരു അടിപൊളി ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു. ഒമാനൊരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് ഉള്ളിലേക്ക് ഒമാൻ്റെ ഒരു ചില സമയങ്ങളിൽ നമ്മൾ നാട്ടിലെത്തിയ ഫീൽ, നമ്മൾ വരുന്ന വഴിക്ക് ഇരുട്ടായ സമയത്ത് നാട്ടിലെത്തിയ ഫീലായിരുന്നു. ഓരോ മരങ്ങളും ഒരു മാവും ഒരു ചെറിയൊരു പാടത്തിൻ്റെ വൈബൊക്കെ കിട്ടിയില്ലേ, ഒരു നാട്ടിലെത്തിയ ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് ഫുജേറ വഴി വീട്ടിലേക്ക്.